താരസംഘടന എന്ന് പറഞ്ഞ് പേക്കൂത്ത് നടത്തുന്ന അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ AMMA ഈ സംഘടനയിൽ അംഗത്വം എടുക്കേണ്ടതിൻ്റെ പ്രാഥമിക ക്വാളിഫിക്കേഷൻ എന്നത് 3 സിനിമയിലെങ്കിലും അഭിനയിച്ചിരിക്കണം എന്നതാണ്. എന്നാൽ മിന്നു മുനീർ എന്ന് പറയുന്ന താരം അവർ 3 അല്ല 6 സിനിമകളോളം അഭിനയിച്ചതിന് ശേഷമാണ് അമ്മ സംഘടനയിൽ അംഗത്വമെടുക്കാനായി അവരെ സമീപിച്ചത്. അതിലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു എന്ന വ്യക്തി മിന്നു മുനീറിനെ ലൈംഗികമായി വലിയ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന വാദം മിന്നു മുനീർ നിറകണ്ണുകളോടെ പറയുമ്പോൾ മലയാള സിനിമ എത്രത്തോളം ചെളിക്കുണ്ടിലാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്, ആരൊക്കെ ഗുരുതരമായി ആരോപണം നേരിടുന്നുണ്ടോ അവരെല്ലാം മാറി നിൽക്കുകയും അവർക്കെതിരെ ഒരു രീതിയിലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. കാരണം ഇത്തരത്തിലുള്ള തോന്നിയവാസം അനുവദിച്ചുകൂടാ. വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് സ്ത്രീകൾക്കെതിരെ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും മലയാളത്തിൽ നടക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഈ ലൈംഗിക ചൂഷണം പല രീതിയിലും പ്രമുഖർ എന്ന് നടിക്കുന്ന സിനിമാ നടന്മാർ, ഫാൻസ് അസോസിയേഷനുകൾ, നിരവധിയുള്ള സിനിമാ നടന്മാർ ഒന്നും തന്നെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ ഹീനമായ കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടാൽ പോലും അതിനെക്കുറിച്ച് ഒന്നും പറയാനോ ഉരിയാടാനോ ശ്രമിക്കാത്തവർ ഈ മലയാള സിനിമയ്ക്കെന്നല്ല കേരളത്തിന് തന്നെ ഏറ്റവും നാണക്കേടാണ്. മിന്നു മുനീർ കൃത്യമായി പറയുന്നു, കൊല്ലം MLA ആയ മുകേഷിൻ്റെ ചെയ്തികളെക്കുറിച്ച് തന്നെ. ജയസൂര്യയെക്കുറിച്ചും പറയുന്നുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമാ സെറ്റിൽ വെച്ച് സെക്രട്ടേറിയറ്റിൽ ജയസൂര്യ നടത്തിയ ചില കാട്ടിക്കൂട്ടലുകളെക്കുറിച്ച് മിന്നു മുനീർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ദേശീയ മാധ്യമങ്ങൾക്ക് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള NDTVയും ഇന്ത്യ ടുഡേയും ഒക്കെ ഇപ്പോൾ കേരളത്തിലെ ഈ ജീർണിതമായ വൃത്തികെട്ട മലയാള സിനിമയിലെ കുത്തഴിഞ്ഞ ഈ താരങ്ങളുടെ ജീവിത ശൈലിയെക്കുറിച്ച് കൃത്യമായി ചർച്ച നടത്തുകയാണ്. ഇതിനോടകം തന്നെ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, AMMA എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, സംവിധായകനായ രഞ്ജിത്തും രാജിവെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇടതുപക്ഷം, അതായത് പിണറായി സർക്കാർ എത്രത്തോളം ഈ ഫയല് പൂഴ്ത്തി വെച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഫയല് കൃത്യമായി ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ കൃത്യമായ നീക്കം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് റിപ്പോർട്ട് ഇത്ര വൈകി പുറത്തുവിടുമ്പോൾ അതിനകത്ത് ചില താരങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്ന് ഇടതുപക്ഷ സർക്കാരിനറിയാം. മുകേഷിനെ പോലുള്ളവരെ സംരക്ഷിക്കാൻ ബോധപൂർവം പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഈ 15 അംഗ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രി കൂടി ഉൾപ്പെടുന്നു എന്നുള്ള ആരോപണം നിഴലിച്ച് തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം അത് ഏത് മന്ത്രിയാണ് എന്നുള്ളത്. പിണറായി സർക്കാരിൽ സിനിമാ ഫീൽഡിൽ വന്ന ഒരേ ഒരു മന്ത്രിയുടെ കാര്യം തന്നെയാണ് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. ഇവരെല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ബാധ്യത സർക്കാരിനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.